ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്ന സെയിം വീഡിയോൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രിമ്മറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതൊരു റിവ്യൂ പോലെയാണ് ഞാൻ ഇട്ടത്. പക്ഷേ അതിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻസ് ഒന്നുമില്ല, കുറച്ച് കമൻസും ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ക്ലിയർ ചെയ്തേക്കാമെന്നുള്ളത്. സോ അതിനകത്ത് ഞാൻ കംപ്ലീറ്റ് അതെങ്ങനെ യൂസ് ചെയ്യണം, എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഗുണങ്ങൾ, കാര്യങ്ങൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ആണ് സംസാരിക്കാൻ വന്നത്. സോ നമുക്ക് നേരെ ആ ഒരു കാര്യത്തിലേക്ക് പോകാം. അതായത് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഓൾറെഡി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കമൻറ്റ് എടുത്തിട്ട് റിപ്ലൈ ഒക്കെ എടുത്ത് വായിച്ച് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. സോ നിങ്ങളൊരു സാധനം എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും വീണ്ടും അതിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചത്. കാരണം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാനുള്ള ഫസ്റ്റ് അതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ടൈം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അത്രയും ഫ്രണ്ട്ലി ആണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊന്നും തലേ ദിവസമേ ഫിക്സ് ഒന്നും ചെയ്ത് വെക്കത്തില്ല. ഇപ്പോൾ 8 മണിക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 7:45 ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഓടി വരുന്നത്. അപ്പം ചിലപ്പോൾ സ്ലീവ്ലെസ് ഒക്കെ ആണ് എടുത്തിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അണ്ടർആംസ് ഒക്കെ വാക്സ് ചെയ്യാനൊക്കെ ആണെങ്കിലും ഷേവ് ചെയ്യാനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ടൈം ഒട്ടും തന്നെ എടുക്കാതെ ചെയ്യാനായിട്ട് പറ്റും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മുറിയില്ല, പെയിൻ ഇല്ല, അങ്ങനത്തെ യാതൊരുവിധ ഉപദ്രവങ്ങളും ഇതിനെ പറ്റിയിട്ട് ഇല്ല. പിന്നെ അതും ചാർജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം ചാർജ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നേ വരെ ചാർജ് ചെയ്തിട്ടില്ല. യെസ്, കറക്റ്റ്, ഞാൻ ഇന്നേ വരെ ചാർജ് ചെയ്തിട്ടില്ല ആ സാധനം. പക്ഷേ ഇപ്പോഴത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ആ സംഭവം. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ്. ഈ ഒരു സംഭവം വാങ്ങിച്ച് ഇപ്പം ഞാൻ ആ ഒരു പ്രീവിയസ് വീഡിയോ ഇട്ടിട്ട് ഒരു 5 months ആയിട്ടുണ്ട്. ഒരു വാങ്ങിച്ചൊരു കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു ഹെഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 3 ഹെഡ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു ഹെഡ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും. പക്ഷേ അതിനകത്ത് വാറണ്ടി ഉണ്ട് കേട്ടോ, 12 months, അതായത് 1 year വാറണ്ടി ഉണ്ട്. ഞാനാണെങ്കിൽ അതിൽ QR വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെ മാനുവൽ എടുത്ത് നോക്കിയപ്പോഴത്തേനും അതിനകത്തൊരു കസ്റ്റമർ മെയിൽ ID കണ്ടു. അപ്പോൾ ആ ഒരു മെയിൽ IDയിലേക്ക് ഞാൻ ചുമ്മാ വെറുതെ അയച്ച് നോക്കാം, നമുക്ക് അവർ റിപ്ലൈ തരുമെന്ന് നമുക്ക് അങ്ങനെ ഹോപ്പൊന്നും ഇല്ലല്ലോ, ചുമ്മാ അയക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരുന്നു. അതായത് ഞാനൊരു നൈറ്റ് ടൈമിലാണ് അയച്ചത്. അപ്പോൾ മേ ബി ഓഫീസ് ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ തന്നെ എനിക്ക് അവരിന്ന് റിവേർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് മെയിലായിട്ട് തന്നെ അയച്ചു കൊടുത്തു. അങ്ങനെ അവരെനിക്ക് ആ ഒരു, അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ആ ഒരു ഹെഡ് മാത്രമായിരിക്കും റീപ്ലേസ് ചെയ്ത് തരാറ്. പക്ഷേ എനിക്ക് ആ ഒരു എൻ്റയർ ബോക്സ് തന്നെ, എൻ്റയർ പ്രോഡക്റ്റ് അവർ റീപ്ലേസ് ചെയ്ത് തന്നു. ആൻഡ് ഇപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അടിച്ചു പോയെന്ന് എനിക്കറിയില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളം നനയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി വെള്ളം നനച്ചിട്ടാണോ എന്ന് അറിയില്ല. അപ്പം നിങ്ങൾ വെള്ളം നനയ്ക്കാൻ നിൽക്കണ്ട. അതിൻ്റെ മാനുവലിൽ അതിൽ കഴുകാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ വെള്ളം നനയ്ക്കാൻ നിൽക്കണ്ട. അതിലൊരു ബ്രഷ് ഉണ്ട്, അത് വെച്ച് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി. അപ്പം ഇപ്പം ഈ ഒരു പ്രോഡക്റ്റിന് കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില സാധനങ്ങളൊന്നും നമുക്ക് അങ്ങനെ നമ്മളങ്ങോട്ട് അയച്ചാലും ഒന്നും റിപ്ലൈ ഒന്നും വരാറില്ലല്ലോ. അപ്പം ഇത് എനിക്ക് നല്ല ഒരു കാര്യമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ വന്ന കമൻസിനുള്ള കുറച്ച് റിപ്ലൈസ് ആണ്. സോ മെയിൻലി ചോദിച്ചിട്ടുള്ളത് അണ്ടർആംസിൽ ഇത് വെച്ച് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഹെയർസൊക്കെ ബാക്കി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് ഇതിൽ അങ്ങനെ ചെറിയ ചെറിയ എണീറ്റ് നിൽക്കുന്ന പോലത്തെ രോമങ്ങൾ, അങ്ങനത്തെ ഹെയർസ് ഒന്നും അണ്ടർആംസിൽ അങ്ങനെ വിസിബിൾ ആയിട്ടില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ട്രിം ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കയ്യിലും കാലിനേലും കൂടുതലും നന്നായിട്ട് അണ്ടർആംസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നല്ല നീറ്റായിട്ട് ട്രിം ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കാലിലൊക്കെ ആണെങ്കിൽ കുറച്ച് ലൈക്ക് നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് വിസിബിളായിട്ട് കാണാം. കാരണം ഇത് ട്രിം ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ദൂരത്ത് നിന്നൊക്കെ നമ്മൾ ഇച്ചിരി മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കഴിയുമ്പോൾ സെറ്റാണ്. ഇങ്ങനെ ഹെയർസ് ഒന്നും കാണുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. പിന്നെ അപ്പം ആ ഒരു ചോദ്യത്തിനുള്ള ആൻസർ അതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. പിന്നെ വാക്സിങ്ങിൻ്റെ അത്രയും
ഇതുണ്ടാവില്ല. പക്ഷേ വാക്സിൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്സിൻ എങ്ങനെയും എന്തുകൊണ്ടും നല്ല ഒരു സാധനം ഇത്. പിന്നെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പോകുമോ റൂട്ട്സ് അടക്കം? ഒരിക്കലും ഇല്ല. ബിക്കോസ് ഇതൊരു ട്രിമ്മറാണ്. അപ്പോൾ ട്രിമ്മറിൻ്റെ യൂസ് എങ്ങനെയാണ് അതാണ് അത് പെർഫോം ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഹെയർ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മളുടെ സ്കിൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോവാണ്, ട്രിം ചെയ്തിട്ട് എടുക്കുകയാണ്. റൂട്ട് അടക്കം പോരേണ്ടത് നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാക്സ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും. കാരണം എന്നല്ലെങ്കിൽ പറിച്ചെടുക്കുന്നത് അപ്പോഴാണല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് അടക്കം പോകില്ല, പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. ത്രെഡിങ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇത് വളരുക. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് കേട്ടോ. എല്ലാവരും ഇപ്പം ഇങ്ങനെ പറയുന്നത് ലൈക്ക് എന്താ പെട്ടെന്ന് അങ്ങനെ വളരത്തൊന്നുമില്ല, അതൊരു അന്ധവിശ്വാസമാണ് എന്നുള്ള രീതിക്കാണ്. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് ഇത് വളരും. അധികം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ ഗ്രോത്തിൻ്റെ സ്പീഡും കുറച്ച് കൂടുതലായിരിക്കും. കമ്പയറിങ് ടു ത്രെഡിങ് ആൻഡ് വാക്സിങ് ആണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോരാ, അപ്പോൾ ആ തിക്കർ ഹെയർ അവിടെ തന്നെ ഉണ്ടാവും, പിന്നെ വളരുമ്പോൾ കുറച്ച് തിക്ക്. പക്ഷേ എല്ലാ ഭാഗത്തും ഇല്ല. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇവിടെ എനിക്ക് ഇച്ചിരി കട്ടി കൂടിയ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്താണെങ്കിൽ കട്ടി കുറഞ്ഞിട്ടുള്ള ഹെയർസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തർക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. സോ പക്ഷേ നമുക്ക് ഈ ഒരു സാധനം ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ വീക്കിലും വൺസ് ഇത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല, കാരണം ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഹെയർ ഗ്രോത്തും കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ബിക്കിനി ഏരിയയിൽ യൂസ് ചെയ്യാമോ? ബിക്കിനി ഏരിയയിലും നന്നായിട്ട് യൂസ് ചെയ്യാം, നന്നായിട്ട് വർക്കാവുന്നതാണ്, നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം. മേജർലി അതാണ് പറയേണ്ടത്. കാരണം സേഫായിട്ട് യൂസ് ചെയ്യാന്നുള്ള സാധനമാണ്. നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയൊക്കെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ഇത് ഓവറോൾ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് വർക്കാവുന്നുണ്ട്, നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ളതോ അല്ലെങ്കിൽ ലൈക്ക് മുറിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി സേഫായിട്ട് തോന്നി ഈ ഒരു പ്രോഡക്റ്റ്. അപ്പം എനിക്ക് അത്രയും ഇംപ്രസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിട്ട് ഈ ഒരു സെയിം പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് വീണ്ടും ഒരു റിപ്പീറ്റഡ് വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം. ബിക്കോസ് ഗേൾസ് ഇപ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു പറയുന്ന വാക്സിനും അല്ലെങ്കിൽ ഇതിലൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടെന്ന്. എനിക്ക് അത്ര ചെറിയൊരു എമൗണ്ട് അല്ല 1000 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് റിവ്യൂസൊക്കെ തപ്പി നടന്നു. പക്ഷേ എനിക്ക് അധികം റിവ്യൂസ് ഒന്നും ഇതിനെ പറ്റിയിട്ട് മലയാളത്തിൽ ഞാൻ കണ്ടില്ല എന്നേ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്തരത്തിലൊരു റിവ്യൂമായി വന്നത്. ഗേൾസിന് മസ്റ്റായിട്ടും വേണ്ട ഒരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നി. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്തരത്തിൽ വാങ്ങാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കണ്ടത്. ഏകദേശം ഒരു 999 വരുന്നൊരു പ്രോഡക്റ്റാണ്. പക്ഷെ അതിൽ ഒരെണ്ണേ ഉള്ളൂ, ഒരു ഹെഡേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ റിവ്യൂസ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി തെറ്റായോ ഞാൻ ചെയ്തത് എന്നുള്ളത്. പക്ഷേ ഒരിക്കലും തെറ്റായിരുന്നില്ല, അതും നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പം ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാൻ ഇത്രയൊക്കെ ബുക്കി പറയുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. കാരണം എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പം നിങ്ങൾ വേറെ ഒന്നും ഇനി പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. എന്നതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ID മെൻഷൻ ചെയ്യുന്നതായിരിക്കും, അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.